എത്ര കന്നാസ് റെഡി ആയത്? 3 കന്നാസ് റെഡി. 3 വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ, ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എന്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ, നീ എടുത്ത് വണ്ടി കയറ്റ. എന്താടാ കാർലി, ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താടാ വായന നാക്കില്ലേ? ആരൊക്കെയാണ് ചിങ്കിടികള്? പറയടാ, പറയടാ, പറയാൻ പറയടാ പട്ടി. എടാ നീ എന്താ ഊട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയോട് ആളെ അടിച്ചവങ്ങളെ യാരെയെങ്കിൽ ഉയരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്. മര്യാദയ്ക്ക് അവർ ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്കി അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास है? यहीं ठहरो साहब, कोई मिलने को आया है? चला सा. நான் அங்கே வரலான் தான் இருந்தேன். அதுக்கு முன்னாடி நீ இங்கே வந்தது ரொம்ப நல்லதாக போச்சு. ക്ഷമിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. मैंने तेरे को 48 घंटे की मोहलत दी, लेकिन तूने ये शहर नहीं छोड़ा. मेरे इजाज़त के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा. ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൻ്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ரொம்ப பேசுன ரேட்டிന് ஏறிடும். അബ്ബാസി, अरे चुप. ये जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया. उन सब लोगों को भी जुर्माना भरना पड़ेगा. അബ്ബാസിനെ അറിയിക്കാതെ കച്ചവടം തുടങ്ങിയതാ പോട്ട്. അയാളുടെ മെക്കെട്ട് കയറാനും കൂടെ തുടങ്ങിയാലോ? ഡാടാ, നീ വലിയ വായൊന്നും അടിക്കണ്ട. അവന്റെ ദേഹത്തോടരുത്, അടിച്ചതിന്റെ ചെവിക്കുനിരിച്ചോളെ. വിടുശേഖരേ, നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട. അബ്ബാസിന് 2000 രൂപ കൊടുക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എത്ര കൊടുക്കാം? 500 രൂപ താൻ കൊടുത്തിട്ടിരുന്നോ? അത് കൊടുത്താൽ മതി. അതിന് അബ്ബാസ് സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗണപതി പൂജയുടെ അന്ന് കാശ് കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല. പോരെ?
अब्बास अली का खून हुआ है, वो भी सोच समझ के किया हुआ है। गणपति के पूजा की वजह से ना किसी ने कुछ सुना ना कुछ देखा, लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है। तुम लोग जाओ, उस इलाके के लोगों को इतना घबराओ, इतना डराओ। ये सब खेल ही डर का है। उन लोगों को तब तक मारो जब तक वो बताते नहीं कि अब्बास अली का खून किसने किया है। അബ്ബാസ് അലിയെ കൊന്നവർ ആരാണെന്ന് ഈ തെരുവിലുള്ളവർക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. പറയണം, കുട്ടികളെ. ഞാൻ തല്ലിപ്പൊളിക്കും. പറയില്ലേ? പറയടി കളവി. മര്യാദക്ക് പറഞ്ഞല്ലേ? എനിക്ക് അറിഞ്ഞൂടാ സാബ്. അയ്യോ, നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലായി നാട്ടുകാർ മുഴുവൻ കാണും. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അഴിക്കണം. അയ്യോ,
മുझे കിസി की मदद नहीं चाहिए. ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂരിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടിട്ട് പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാർ എന്നെ കൊന്നിരുന്നെങ്കിൽ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാൽ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന യുവന്മാർക്കെതിരെ 10 പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തരം ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെ മതത്തിന്റെ പേരിൽ കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. ஏண்டா இந்த ஸ்ட்ரீட்டுக்கு நீ தான் தாத்தாவா? சார் बोल अब्बास अली का खून तूने क्या लिखेगा कि नहीं? बोल बोल. அப்பாஸ் அலியை கொன்னது நீதான் எழுதி கொடுறா. വേണ്ട, കിടന്നോളൂ. നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു. ഞാനിവിടെ മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ്. ലോകകപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം. നിങ്ങൾ അമർ സാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത്. പോലീസും അവരുടെ ഭാഗത്താവും. ഈ മുറിവും ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. സത്യം അതല്ലല്ലോ. പേടിക്കണ്ട, ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആരും സംശയിക്കുകയില്ല. ഞാനൊന്ന് പുറത്തിറങ്ങി. ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം. അതുവരെ ഞാൻ അനുവദിക്കില്ല. കഴുത്തിലണിഞ്ഞോളൂ. എന്താ? ഒരു രക്ഷയാ. നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ? അണ്ണാ, അവന്മാര് വരുന്നുണ്ട്. ആര്? ആ ബാക്കിയുടെ ഗുണ്ടകള്. അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞതാ തോന്നുന്നു. പിന്നിലൊരു വാതിലുണ്ട്, അതുവഴി പൊയ്ക്കോളൂ. വേണ്ട, ഒളിച്ചോടി ഞാൻ മടുത്തു. ഇനി വയ്യ. എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവർ ഉപദ്രവിക്കും, ചേച്ചി ഉൾപ്പെടെ. ഹരി, ഈ നിലയിൽ ഒന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
எதுக்காக என்ன கூப்பிட்டீங்க? ए कमिश्नर, बहुत दिन के बाद दिखाई दिया। अरे कहाँ मर गए रे सब लोग? तो चाय लाओ, चल जल्दी। कैसा है? अच्छा है, इनसे मिलो, ये हमारा भाई है। நல்லா தெரியும். பாம்பேல இருக்கிற எல்லா வட்டி கடைகளுக்கும் இவரு தானே ஓனர். हाँ, सेठ के गोदाम में इसका धंधा चलता है। वो क्या है कि सेठ अभी कोर्ट ऑर्डर लेके गोदाम खाली करने आ रहा है। आज से तुम्हारा सिर्फ एक ही काम है, गोदाम खाली करने कोई भी आया उसे खत्म कर दो। बात समझ में आई? और अगर पुलिस आया, कमिश्नर संभालेगा। മാനേജറാണല്ലേ? യെസ് സാർ, ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ്. ഏതാ നിങ്ങളുടെ കമ്പനി? ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട്. ഓ, ഭഗവാന്റെ പേരിലാണല്ലേ? അങ്ങനെയാണല്ലോ സാർ. സുദർശൻ, ഗരുഡ, ഗോകുൽ. എന്താ ഇത്? പിരിച്ചത് എന്തിന്? ഹഫ്ത. ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത്? അണ്ണാ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളണ്ണ. നിർത്തടാ. ഹഫ്ത പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ ചട്ടമ്പിമാര്. ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ആ അബ്ബാസ് അലിയായിട്ട് എന്താ വ്യത്യാസം? മേൽ ഹഫ്ത എന്നൊരു വാക്ക് ഈ തിരിവി കേട്ടുപോകരുത്. ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാതെ എന്റെ മുമ്പ് വരരുത്. പോ. സാർ, നമ്മുടെ ചിട്ടിക്കാരി ചിട്ടിയും വട്ടിയും ഇറങ്ങിപ്പെടോ. മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങേടുത്ത് എന്തിനാ ചൂടാവാൻ പോയത്? ഞാൻ ആകെ ചമ്മി. ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങനെ വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ദാദറിലേക്കുള്ള സാധനം അയച്ചോ? പിന്നെ 70 കന്നാസ് നാരങ്ങി, 500 ലിറ്റർ മൂസാമ്പി, പിന്നെ പ്ലെയിൻ ചായ 500 ലിറ്റർ. സ്റ്റോക്ക് തികഞ്ഞില്ല. ഇന്ന് രക്ഷാബന്ധൻ ദിവസമല്ലേ, നല്ല ചെലവാ. ഓരോരുത്തരിങ്ങനെ. താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്തിന്? നിന്റെ കയ്യിൽ രക്ഷ കെട്ടാൻ. കുറെ കാശ് കെട്ടം കൊണ്ട്